ചക്കയൊക്കെ അടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മടലൊക്കെ ഒന്ന് ചെത്തി മാറ്റണം. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ചക്ക വൃത്തിയാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. ചക്കയിലെ അരക്ക് തൂത്തു മാറ്റാൻ നമ്മൾ ചകിരിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചക്കച്ചുളയെല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ ചക്ക വൃത്തിയാക്കി എടുക്കുമ്പോൾ ചക്കക്കൂഞ്ഞ് നമുക്ക് പ്രത്യേകം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ചക്കക്കൂഞ്ഞ് തോരനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ ചക്ക വൃത്തിയാക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയാൽ കയ്യിൽ അരക്കൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ചക്കച്ചുള പറക്കാൻ തുടങ്ങാം. ഇപ്പോൾ ചക്കച്ചുളയെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കച്ചുളയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വട്ടത്തിലും അരിയാം, നമുക്ക് നീളത്തിലും അരിയാൻ പറ്റും. നീളത്തിൽ അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞങ്ങൾ എപ്പോഴും വട്ടത്തിലാണ് അരിയാറ്. എങ്ങനെ അരിഞ്ഞാലും കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണം. ചക്കയ്ക്ക് ചതച്ച് ചേർക്കാനുള്ള തേങ്ങ, ഇത് ഒരു തേങ്ങ ചിരകിയതാണ്. ഇത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, 1 സ്പൂൺ ജീരകം, കുറച്ച് കാന്താരി മുളക്, 1 ഉണ്ട വെളുത്തുള്ളി. കാന്താരി മുളക് ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടിയിൽ കുറച്ച് ചേർത്തത്. കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളകും ഉണ്ടമുളകും ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി കൂട്ടിയാൽ മതി. ഇനി അമ്മിക്കല്ലിൽ അരപ്പൊന്ന് ചതച്ചെടുക്കാം.
ചതച്ചെടുത്ത അരപ്പാണിത്. ഇനി നമുക്ക് ചക്ക വേവിക്കാൻ വെക്കാം. ചക്ക ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ചക്ക വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ചക്കയ്ക്ക് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നു കൊടുത്ത് ഒന്ന് കുടഞ്ഞിടാം. ഇങ്ങനെ ചക്ക കുടഞ്ഞു വയ്ക്കുമ്പോൾ മുകളിലുള്ള ചക്ക അടിയിലും അടിയിലുള്ള ചക്ക മുകളിലും വരും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഉള്ള ചക്ക ഒരുപോലെ തന്നെ വെന്ത് കിട്ടും. അടച്ചു കൊടുത്ത ശേഷം തീ കുറച്ച് വേവിക്കുക. ചക്ക വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചക്ക വേവുന്ന ആ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ നിന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചക്ക കുഴയ്ക്കാനായി തുടുപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഓലമടലിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. അതിനെ ഇതുപോലെ ഒന്ന് ചെത്തി മിനുക്കി എടുത്തതാണ്. ഇതുപയോഗിച്ചാണ് ചക്ക കുഴയ്ക്കുന്നത്. ചക്കയും ചീനിയും എല്ലാം കുഴയ്ക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു തവി ഉപയോഗിച്ച് നമുക്ക് ചക്ക കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു ചിരട്ടത്തവി കൊണ്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ചക്കയെല്ലാം നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്ക വേവിച്ചത് ഒരു വട്ടയിലേക്കാണ് വിളമ്പിയിട്ടുള്ളത്. കൂടെ ഒരു പുളിയും മുളകും വെച്ച മീൻകറിയുമുണ്ട്. ചക്കയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് മീൻകറി. വെജിറ്റേറിയൻസിന് വറുത്തരച്ച തീയലോ അല്ലെങ്കിൽ ഉപ്പുമുളക് ഉടച്ചതോ ഒക്കെ കൂട്ടി ചക്ക കഴിക്കാം. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അരപ്പ് അവസാനം ഇട്ടൊന്ന് യോജിപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ച് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് എരിയുടെ പ്രശ്നം ഉണ്ടാകത്തില്ല. ചൂട് ചക്കയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ചക്ക കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.